കൊറേ നാളായിട്ട് കേട്ട് വെള്ളം ഇതിൽ കൂടിയ സമയത്ത് ഇവിടെ ഇട്ടിട്ട് പോയതായിരിക്കും. റോഡ് കണ്ടോ? റൈറ്റ് സൈഡിലോട്ട് കണ്ടോ വെള്ളം? അത്ര സ്പീഡിൽ പോകണ്ട, പതുക്കെ പോയാ പതിച്ച പതുക്കെ പോയിച്ചാ അയാളുടെ ആ വണ്ടി പുറകെ വല്ല കട്ടറൊന്നും അറിയത്തില്ല നമുക്ക്. എല്ലാം അടച്ചിട്ടുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പോയാൽ മതി ആ വണ്ടിയുടെ പുറകെ. ഓ ഇറങ്ങിയിരേടാ, വണ്ടിയൊക്കെ വരുന്നുണ്ടാവും. അവിടെ കയറി വലിയ വെള്ളമില്ല. കഴിഞ്ഞ ഇതും കൂടെ ഉള്ളൂ. പുക വരുന്ന ചെക്ക് ചെയ്തിട്ട് പോകണം. അത് എഞ്ചിൻ ചൂടായിരിക്കുന്നതിന്റെ അടുത്ത് ഇതടിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞില്ലല്ലോ. ചൂടായിരിക്കുന്നതിനകത്ത് വെള്ളം വീഴുമ്പം ഇത് തന്നെയല്ലേ സെറ്റ്. നമ്മള് നമ്മുടെ മറ്റേത് ഒരു വണ്ടിയില്ല, ആർക്കും തന്നെ ധൈര്യം ഇല്ലായിരുന്നു. തുറന്നു നോക്കിക്കോ, എല്ലാം കുഴപ്പമുണ്ടോ? നമ്മളവിടെ പോയി വണ്ടർല. എന്ത് കണ്ടോ? We are in Wonderla. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്.
പിടിച്ചാ പറഞ്ഞു തരും. എന്നാ പിന്നെ വാ. കാണുന്നില്ല ഇത്. വെയിറ്റ് പറയാം എടുത്തോ മുങ്ങിക്കോ. അടുത്ത മിക്കി വന്നു. ഇന്ന് ഞങ്ങൾ എവിടെയാ പോകുന്നതെന്നറിയോ? ഇന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയിലാണ് പോകുന്നത്. വി ആർ ഓൺ ദ വേ ടു ആതിരപ്പള്ളി. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിർത്താൻ പാടില്ല, പക്ഷെ ഇത് നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഇവിടെ നിർത്താൻ പാടില്ല കാരണം ഇവിടെയൊക്കെ വന്യജീവികളൊക്കെ ഉണ്ട്. നോക്ക് ആതിരപ്പള്ളിയിൽ വെള്ളോ അവിടെ ഇവിടുന്ന് രാത്രി വരുമ്പോ അവസ്ഥ ആലോചിച്ച് നോക്കി. ചിലപ്പോ ആനിമൽസ് വന്നാ എന്ത് ചെയ്യും നമ്മള്? ആ പാറയും തോട്ടവും വെള്ളമൊക്കെ കണ്ടവിടെ. ഹാങ്ങിങ് ബ്രിഡ്ജ്, വെൽക്കം ടു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഹാങ്ങിങ് ബ്രിഡ്ജ് കാണും. ഗോ സ്ലോ. ചിൽഡ്രൻസ് പാർക്ക് സ്ലോലി പോയാൽ മതി. എന്നാ രസമല്ലേ? എനിക്കിവിടെ ചുമ്മാ നിൽക്കാൻ തോന്നുന്നു. വൈൽഡ് പശുവൊന്നും അല്ല, അത് വീട്ടുകാരുടെ പശുവാണ്. നോക്കടാ വെള്ളച്ചാട്ടം, വെള്ളം കണ്ടോ? അങ്ങോട്ട് നോക്കടാ വെള്ളം. നോക്ക് വാട്ടർ വരുന്നത് കണ്ടോ? അതിന്റെ ഇടയിൽ കൂടെ നോക്ക്. നമ്മൾ ഈ വാട്ടറിന്റെ അടുത്താണ് നമ്മുടെ റിസോർട്ടും. അപ്പൊ നമുക്ക് ഈ വാട്ടർ നന്നായിട്ട് കാണാം. നല്ല ഒഴുക്കുണ്ട് കണ്ടോ, മഴ ആയതുകൊണ്ട്. കണ്ടോ എന്നാ വാട്ടറാ നോക്കുമ്പോൾ. ഈ വാട്ടറാ നമ്മൾ കാണാൻ പോകുന്ന റൂമിന്റെ അടുത്ത്. അവിടെ എല്ലാം കല്ലുണ്ട്, അതുകൊണ്ട് അങ്ങനെ ബ്ലോക്കായി ഒഴുകുന്നു. അവിടുത്തെ ഇത് കണ്ടോ, ആഴമുള്ളതൊന്നുമല്ല, തെന്നലാണ്. മങ്കിയെ കാണും മോനെ. മങ്കി കടിക്കും നമ്മളെ. മങ്കി നോക്കടാ. നീ മങ്കിയെ കാണുന്നില്ല നേരോ? വണ്ടി വരുന്നു. അതികൊടൂരമായ കാടുകളിലൂടെ ജോബിയും ഫാമിലിയും ഇങ്ങനെ വണ്ടി ഓടിച്ച് മന്ദം ഓടിച്ച് പോവുകയാണ്. രാവിലെയൊക്കെ ലൈറ്റ് കത്തിക്കിടക്കുന്നു. ഇതൊക്കെ എന്തോ ഇതുണ്ട്. ആട്ടാനയുടെ സാധനം
കാണാൻ പോലും പോയി. അവിടെ വെള്ളച്ചാട്ടം ഇവിടെ കൊടുക്കാറ്. നമ്മുടെ റിസോർട്ട് എവിടെയാ? പറഞ്ഞു പോകാനാ. ഒന്നും കാണാൻ പറ്റുന്നില്ല മഴയിൽ. അത്ര മഴയാണോ? എന്തൊരു മഴയാണെന്ന് ഇവിടെ. എന്നാ ചായ കുടിക്കാട്ടോ. ചായ മഴയുടെ ഒറ്റ കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മഴയാണ്. മഴ കോഴി ഒഴിക്കുകയാണ്. കൊടൂരമായ മഴ, കൊടൂരമായ മഴ. നോക്കിക്കേ, കൊടൂരമൊന്നുമല്ല, എനിക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞാൻ നീക്കിയിരുന്ന ഞങ്ങളുടെ വണ്ടി ഓടിക്കും. അതെന്താ വണ്ടി ഇപ്പം പിടിക്കണ്ട. കുഴിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നേ ഇല്ല. അത്ര മഴയാണ്. റൈറ്റ് സൈഡ് നോക്കടാ ഇവനെ. നോക്കടാ റൈറ്റ് സൈഡ് നോക്കണ കണ്ടാ പേടിയോ? നമ്മൾ റിസോർട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അതിരപ്പള്ളി വാട്ടർഫോൾസ് 1.5 കിലോമീറ്ററിനുള്ളിലാണ് എഴുതിയിരുന്നത്. ഇവിടുത്തെ അടുത്ത് തന്നെയാണ്. ഫുൾ മഴ എന്ന് പറഞ്ഞാൽ ഫുൾ മഴ. ഒന്നും കാണാൻ പറ്റുന്നില്ല. വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കാണാം. ഈശോ പറയോ പതുക്കെ പോ. ആ വണ്ടി എങ്ങോട്ട് കയറ്റാൻ നീ സ്ഥലം ഇല്ലല്ലോ ചേട്ടാ. ഞങ്ങൾ കുഴിയിലോട്ട് പോകും. എന്റെ പൊന്നെ, നമ്മള് പിന്നെ അവസരം പണിയാവും. പൊറോട്ട സ്റ്റെർലിംഗ് അതിരപ്പള്ളി 400 meter. Correct. Okay, let's go. In 200 meters, turn right. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. വയനാട് പോലെ ഒന്നല്ല, വയനാട് വേറൊരു ടൈപ്പാണ്. ഇത് ശരിക്കും ഡിഫറെൻറ്റാണ്. പ്ലോട്ട് ഫോർ സെയിൽ. ആർക്കൊരു സ്ഥലം മേടിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയാൽ. സ്റ്റെർലിംഗ് അതിരപ്പള്ളി. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. റിവറിൻ്റെ നല്ല വ്യൂ ആണ്. ഓടിച്ച് കാണിക്കാം. സമ്മതം കേട്ടോ. ഒപ്പം നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. പുറത്തോട്ടൊക്കെ അടിപൊളി വ്യൂ ആണ് ഗൈസ്. മഴ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. റിസോർട്ടിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. നമ്മുടെ കാറ് അതിനുപോലെ കയറല്ലേ. നമുക്കിവിടെ ലെമൺ ടീ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലെമൺ ടീ? സൂപ്പർ. കുറച്ച് ലെമൺ ടീ കുടിക്കാം. നമ്മുടെ വണ്ടി എടുത്തിട്ട് പോയോ? അത് അങ്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയല്ലേ. അത് അങ്കിൾ പാർക്ക് ചെയ്തിട്ട് എൻ്റെ ചന്ദ്രൻ കാണാൻ പോലും ഇല്ല. നിങ്ങളുടെയൊക്കെ ചന്ദ്രൻ കാണാനുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ വണ്ടിക്ക്. ആ ചിയേഴ്സ് ചിയേഴ്സ്. ചിയേഴ്സ്.
സാറില്ല. ചിയേഴ്സ് ചിയേഴ്സ് ചെയ്യേ. ഇവിടുത്തെ വ്യൂ കണ്ടോ ഗൈസ്. നമുക്ക് റിവറിൻ്റെ ഫുൾ വ്യൂ ഇവിടെ കാണാൻ പറ്റും. സൂപ്പർ. അവിടെ പോയ പണി കിട്ടും. നമ്മളിപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടാണ്. അപ്പം നമ്മൾ റൂം കാണാൻ പോവാം. ഈ റൂമിൽ കയറിയിട്ട് ബാക്കി വ്യൂസ് കാണിക്കാം ഗൈസ്. ഇവിടെല്ലാം നമുക്ക് നല്ല വ്യൂ ഉണ്ട് പുറത്തോട്ട്. റൂമെത്തി 202. Such a nice view, yaar. Can't believe. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് സ്നാക്സ് ആൻഡ് ഫ്രൂട്ട്സ്. വെള്ളച്ചാട്ടല്ലേ? നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മളിപ്പം ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പോവാണ്. വാട്ടർഫോൾസിന് നമ്മുടെ റിസോർട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റി, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ഒന്നുകൂടെ വാട്ടർഫോൾ കഴിയുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇവർ സ്വിമ്മിംഗ് പൂളിൽ കാണാൻ പറ്റിയാണ് ആതിരപ്പള്ളി വരെ വന്നത്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ഇത് വേറൊരു റിസോർട്ടാണ്. സംരോഹ റിസോർട്ടാണ്. ഇത് സംരോഹ റിസോർട്ട്. ഈ റിസോർട്ടിൽ ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ ഇവിടെ അല്ല ഞങ്ങൾ പോയത്. വേറെ സ്ഥലം സ്റ്റെർലിംഗ് എന്ന സ്ഥലമാണ്. ഇത് നല്ല റിസോർട്ടാണ്. പക്ഷേ ഐ ലവ് അതിരപ്പള്ളി. കണ്ടോ മങ്കിയെ കണ്ടോ? കുണ്ടി കാണിക്കോ? മങ്കിയെ കണ്ടോ? ഞങ്ങൾ വാട്ടർഫോൾസ് കാണാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ എന്തിട്ടു? റെയിൻ കോട്ട് ഇട്ട്. നമ്മൾ വാട്ടർഫോൾസിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട് ഗൈസ്. ഈസി അല്ല. അങ്ങ് ദൂരെ പോകണം. അപ്പം പോയതുപോലെ ഞാനും റാഫും പുറകിലായി പോയി. പക്ഷെ നമ്മൾ ഫസ്റ്റ് അടിക്കും. സ്പീഡിൽ പോയാൽ തന്നെ വീടും. അവൾ പതുക്കെ പോയാൽ. കൊടുങ്കാട്. നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ.
മഞ്ചിയുടെ കുഞ്ഞു ബേബി മങ്കിയുടെ നമ്മളിതാ വെള്ളച്ചാട്ടത്തിനടുത്തോട്ട് എത്തുകയാണ്. ഇന്ന് ഒരു ഈസി ഒന്നും അല്ല ഗൈസ്, ഈ കല്ലിന് മുകളിൽ കൂടെ പോകുന്നത്. എങ്ങാനും തെന്നി വീണ കുറേ നടക്കാനുണ്ട്. നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഗൈസ്. അവരങ്ങ് മുന്നോട്ട് പോയി, ഞാനിവിടെ വീഡിയോ എടുത്ത് സ്ലോലി 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 നടക്കുകയാണ് ഗൈസ്. നമ്മളിത് ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ വെള്ളം കേൾക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഒച്ച. നേരത്തെ വെള്ളത്തിൻ്റെ ഒച്ച കുറച്ചായിരുന്നു കേട്ടോ, ഇപ്പോൾ കുറച്ച് കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അടുക്കാറായെന്നാണ് തോന്നുന്നത്. വരുന്നുണ്ട്. കാലൊന്ന് കഴുകി നോക്കാം. കാല് വാവ് നല്ല തണുപ്പ്. വെള്ളം നമ്മുടെ മൂക്കോട്ട് തെറിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളി സ്ഥലമാണ്. ഇനി നിങ്ങൾ വ്യൂ കണ്ടോണം. ഞാനിപ്പോൾ വ്യൂ കാണിച്ചു തരാം. വെള്ളം കണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളം, വെള്ളച്ചാട്ടം. എല്ലാം വെള്ളം വീഴുവാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു റാഫു വാട്ടർഫോൾസ്? അടിപൊളി. തിരിച്ചു കയറുകയാണ് ഗൈസ്. വന്നപ്പോൾ ഇരുന്ന കോലല്ല ഇപ്പം. എല്ലാം മുഴുവൻ വെള്ളമായി. കയറാനും നല്ല പാട്. ഒരു ട്രക്കിങ്ങിന് പോയ ഫീലിംഗ് ഉണ്ട്. വീട്ടിൽ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ കാലിൽ നല്ല വേദനയായിരിക്കും. ഉള്ള എല്ലാവരുടെയും റെയിൻകോട്ടും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ആർക്കും റെയിൻകോട്ട് വേണ്ട. ഞങ്ങൾ വാട്ടർഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പം റിസോർട്ടിൽ വന്നു. റിസോർട്ടിൽ ഇവിടെ ഇപ്പം ടീ കുടിക്കുന്ന ടൈമാണ്. ടീ, കോഫി, ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ടീ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബിസ്ക്കറ്റ് സ്പൈസിയാണ്. എന്താ കോഫിയാണ്? കോഫി. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുളിച്ച് ഫ്രഷായി അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു.
എങ്ങനെയുണ്ട് ഫുഡ്? അപ്പോൾ മിക്കി എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാ. എന്താ കഴിക്കുന്നത്? നൂഡിൽസ്. ഓക്കെ, ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ഫുഡാണ്, നല്ല വിശപ്പുണ്ട്. ചുമ്മാ റൗണ്ടിങ്. കൈ അങ്ങനെ തന്നെ പാത്രം എടുത്തിട്ട് ആവശ്യം ഇതാണിപ്പോൾ രാവിലത്തെ വ്യൂ. ഇതാണിപ്പോൾ രാവിലത്തെ വ്യൂ. വെള്ളം കുറച്ച് കുറഞ്ഞായിട്ടാണ് തോന്നുന്നത്. മഴ രാത്രി പെയ്തില്ലെന്ന് തോന്നുന്നു. ഇന്നലെ വന്നപ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കുറവാണ് ആക്ച്വലി. നമ്മളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. നേരത്തെ വ്യൂ ആണ്. ഇവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലൈമറ്റ് രാവിലത്തെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ ഏകദേശം ഫുൾ വ്യൂ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, ഇതാണ് നമ്മുടെ റിസോർട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പോവാണ്. റിസോർട്ടിൽ നിന്ന് ഇനി പോകുന്നത് വേറെ റൂട്ടാണ്. വേറെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു റൂട്ടിന്? മലക്കപ്പാറ. മലക്കപ്പാറ, മലക്കയോ? മലക്കപ്പാറ, വാൾപ്പാറ. ഓക്കെ, നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന സ്ഥലം മലക്കപ്പാറയിലോട്ടാണ്. ഓക്കെ, വാൾപ്പാറയിൽ കൂടി പോയിട്ട് മലക്കപ്പാറ, മലക്കപ്പാറയിൽ നിന്ന് വാൾപ്പാറയിലോട്ട്. മലക്കപ്പാറയിൽ നിന്ന് പക്ഷെ അടിപൊളി വ്യൂ ആണെന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടത്. അപ്പൊ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നു. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആനിമൽസ് ഒക്കെ വഴി കൂടെ വരും. അപ്പൊ നമ്മൾ വെരി കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ആനയൊക്കെ വരുമ്പോ സൂക്ഷിച്ചിരുന്നോണം. എല്ലാരും കേട്ടല്ലോ, മിക്ക കൊന്തയൊക്കെ ഇട്ടിട്ടുണ്ട്. ആന വന്നാ നമ്മള് സൗണ്ട് ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ടിരിക്കുമ്പോ ആന എന്ത് ചെയ്യും? വന്ന് സ്റ്റാച്ചു അടിച്ചിട്ട് പോവാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആന നമ്മളെ പട്ടി വരുമ്പോഴും ഓടല്ലേന്ന് പറയത്തില്ല, അതുപോലെ ആയിരിക്കും. എനിവേ, അപ്പൊ നമ്മൾ വണ്ടിക്കകത്ത് അനങ്ങാതിരിക്കും. പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ചെടീന്റെ മുകളിൽ കയറും. ചെടീന്റെ മുകളിൽ കയറും അവൻ. കിളികളുടെ ഒച്ചകൾ കേട്ടാണ് ഞങ്ങൾ പോകുന്നത്.
അടിപൊളി വ്യൂ ആണ് ഗൈസ്. കാടുകളിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെള്ളമുണ്ട്. എലിഫന്റ് കുത്തി മറിച്ചിട്ടേക്കുന്നത് കണ്ടോ? അത് കാറ്റത്ത് വീണതാ. ഇവിടെ ആനയുടെ അപ്പിയുണ്ട് ഗൈസ്. ആനയുടെ അപ്പി നല്ല ആനയുടെ അപ്പിക്ക് എന്താ പിണ്ടി പിണ്ടിയോ ആനപ്പിണ്ടി ആനപ്പിണ്ടം. അവർക്ക് വഴി കൂടെ പോകണം. അവരങ്ങ് വഴിയൊക്കെ ഗൈസ് എന്തൊരു നല്ല വഴികളാണ്. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നത് കേട്ടോ. ഈ സൈഡൊക്കെ ആന വരുന്ന സ്ഥലമാണ്. ഫോറസ്റ്റിന്റെ സൗണ്ട് ഫോറസ്റ്റിന്റെ സൗണ്ട് ഫോറസ്റ്റിന്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ? മിണ്ടല്ലേ മിക്കി മിക്കി വേണ്ട കളർ പെൻസില്, ക്ലേ മോഡലിംഗ്, ക്ലേ പിന്നെന്തൊക്കെയാ എടുത്തേക്കുന്നത്? പെയിന്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ കാട്ടിൽ ബലൂൺ വരെ ഉണ്ട്. ബലൂണിന്റെ സ്റ്റിക്കർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ കാട്ടിൽ പെട്ടുപോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ ടൈം പാസ് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. ഹലോ ഗൈസ്, കണ്ടോ ഇവിടെ നല്ലൊരു അരുവിയുണ്ട്. ആ അരുവിയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. കണ്ടോ അടിപൊളി. ഇതൊക്കെ അവിടെ പോയി ഇന്ന് എന്ത് രസം വെച്ചാ വെരി കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. നമുക്ക് അവിടെ പോയിരിക്കാം. ആ പണ്ടൊരു വീഡിയോ ഞാൻ കണ്ടു. ഒരു ഗേൾ ഇങ്ങനെ പോയി നിന്നപ്പോ ഒറ്റ വലി അല്ലേ, സൈലന്റ് ആയിട്ട് വന്ന് കടിച്ചോണ്ടെങ്കിൽ പോയി. അതുപോലെ ഫോറസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ട് മിക്കി? ഫോറസ്റ്റ് ട്രിപ്പ് അഡ്വഞ്ചറസ്. ഞങ്ങൾ ആനയെ കണ്ടു ഗൈസ്. ഇതേ നിൽക്കുന്നു ആന. നമ്മള് ആനേനെ കണ്ടോടാ? പേടിയാന അതുകൊണ്ടല്ല, പേടി ഉണ്ടായിട്ടോ അതുകൊണ്ടല്ല. നമ്മൾ അതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തത്. അതെനിക്ക് ഇറങ്ങി വരുമോ? പിന്നെ എടി ഇതുവഴി ആന ഓടി വന്നാൽ തീരുന്നു. ഞാൻ പറയാ സന്തോഷമല്ലേ സുഖമാണോ ചോദിക്കും. നന്നായിട്ട് ഫുഡ് കഴിക്കുക. അവരെല്ലാം പോയി. ആന കൂട്ടോ? നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട്. ആന എങ്ങനെയായിരുന്നു? ആനയെ കണ്ടില്ല എന്നുള്ള സങ്കടം. പക്ഷെ ആനയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതിന്റെ ഒരു സങ്കടമുണ്ട്. ഇതൊരു സ്മോൾ അരുവിയാണ് ഗൈസ്. കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റായിരിക്കും പക്ഷേ ഒന്നും അറിയത്തില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ ഇനി ആനകൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പ് ഒരു തൊപ്പിയൊക്കെ വെച്ചൊക്കെ വെച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. കാറിൻ്റെ പുറത്ത് ഇവിടെ ചെറിയൊരു അരുവി കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു അരുവി, ചെറിയൊരു അരുവിയാണ്. അത്തിമരക്കൊമ്പിയിലെ ചുറ്റി വരും തെന്നലെ വേറെ പാട്ട് പാടാം. വേറെ പാട്ടാണ് വേറെ പാട്ട് പാടുന്നു. പൊണ്ണുമാവട കെട്ടി അമ്മ ചെല്ലക്കുറുമ്പി ചെല്ലക്കുറുമ്പി. നോക്കി തന്നെ തലയൊന്നും ഇടിക്കരുത്.
കാണിച്ചത് വീടല്ലേ കുഞ്ഞേ എങ്കിൽ പോരും മതി മതി. ഡ്രസ് വയ്ക്കാൻ വേണ്ടി കടയിൽ കയറി. ചോറ് ഇവിടെ തീർന്നു. കഴിച്ച് ചോറും മീനും കൊണ്ട് കഴിക്കാൻ. നല്ല ചൂടാ. ബിഗ് ബൈറ്റ് വായ അങ്ങോട്ട് പൊള്ളും. ഓക്കെ, അപ്പം ഞങ്ങൾ ഇപ്പം മലക്കപ്പാറയിൽ എത്തിയിരിക്കണം. മലക്കപ്പാറ ജംഗ്ഷനിൽ ഇറങ്ങിയ ഉടനെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ. ആ റെസ്റ്റോറൻറ്റ് വന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. റെസ്റ്റോറൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഹോട്ടൽ, ഒരു ചെറിയ ഹോട്ടൽ. അവിടെ മീൽസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ചോറും കറികളും ഒക്കെ ആയിട്ട്. പിന്നെ പിള്ളേർക്ക് നൂഡിൽസും അങ്ങനെ അതെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകണം. അതിൽ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കും. അപ്പോൾ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി ഉടനെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനയെ മാത്രമല്ല പിന്നെ പുലി, കരടി ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി നേരം വണ്ടിയൊക്കെ പോയി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ആനിമൽസൊക്കെ പുറത്തിറങ്ങുന്നത് കുറവാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു. വീട്ടിൽ വന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഇവനെ ഞാൻ പിടിക്കും എന്ന് അങ്ങനെ ടൈഗർ വിചാരിക്കും. നോക്കി വെച്ചേക്കുന്ന ഏരിയ നിനക്ക് പിന്നെ എങ്ങനെ അറിയാം കടുവ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാം? ഇതുണ്ടോ ടീ പ്ലാന്റേഷൻ കടുവ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആദ്യം കാണുന്ന ആളെ കടിക്കും. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് അയാളാണ് കൂടുതൽ ദേശമുള്ളതെന്നാ പിന്നെ അവനെ കഴിക്കുന്നത്. ടീ പ്ലാന്റേഷൻ കടുവ ഇരയെ പിടിക്കുന്ന നിനക്ക് എങ്ങനെയാണെന്ന് അറിയോ? ചുമ്മാ വന്നിട്ട് കൂട്ടത്തിൽ ചാടി വീഴുവല്ല ചെയ്യുന്നത്. കടുവ ടാർഗറ്റ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. കടുവയ്ക്ക് ഇരയെ കിട്ടാനും ഭയങ്കര പാടാ. റേഞ്ചുണ്ടോ ഇതിനകത്ത്? ഇത് മൂന്നാറിന്റെ പോലെ തന്നെ ഇരിക്കാം. മൂന്നാറ്, വാഗമൺ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. റാഫിനെ കണ്ടു. നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കാം. തമിഴ്നാട്ടിലോട്ട് പോകാൻ പോവാണ്. പൊള്ളാച്ചിയാ വാൾപ്പാറ കഴിഞ്ഞിട്ട് നേരെ കേരള വഴി നിൽക്കാം. വേറെ വഴിയുണ്ടോ? അങ്ങനെ നമ്മൾ അതിരമ്പള്ളി എല്ലാം കടന്നു. വാൾപ്പാറ 25 കിലോമീറ്റർ. തമിഴ്നാട് കൊടൈക്കനാൽ 201 കിലോമീറ്റർ. പോണോ?